എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഹീലിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. ഒരാൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയ കഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ ഒരു ചെറിയ നേരത്തെ വോയിസേ അതിനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹീലിങ്ങിൻ്റെ ഇടയിൽ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മെയിൻ ക്ലിയറിംഗ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ശബ്ദം വീണ്ടും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹീലിംഗ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഹീലിംഗ് ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ് പുള്ളി രണ്ടാമത് വീണ്ടും എൻ്റെ അടുത്ത് വന്നത്. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. വളരെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി വെളിയിലാണ്, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്ത് എൻ്റെ ഒരു കാര്യം സാറ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ശബ്ദം കിട്ടിയ കാര്യം. എനിക്ക് കുഴപ്പമില്ല കേട്ടോ സാറേ എൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ഒരാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ വെളിപ്പെടുത്തില്ല. അതെൻ്റെ ആദ്യമേ പോലെ തന്നെ എൻ്റെ ഒരു തത്വമാണ്. നിങ്ങളുടെ പ്രൈവസി ഏറ്റവും സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം അത് ഞാനങ്ങനെ ചെയ്യുമ്പോൾ, അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ തോളിൽ ഭയങ്കരമായ 2 തോളും ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് അദ്ദേഹം വിദേശ രാജ്യത്താണ്. അവിടുത്തെ ഈ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളി. അതിപ്പോൾ അതായത് ഒരു 2-3 മാസമായിട്ട് കഠിനമായ വേദനയായിരുന്നു. നമ്മളുടെ ഹീലിംഗ് കഴിഞ്ഞ് ആ വേദനയുടെ അപ്രത്യക്ഷമാവുന്നുണ്ട്. അത് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് പുള്ളിക്കാരൻ തോന്നി. അവരെ പുള്ളി ഭയങ്കര ആത്മവിശ്വാസം കൂടി, ശബ്ദം തിരിച്ചു കിട്ടി, അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പിന്നെ ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൈക്ക് വേദന ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര വണ്ടറായത്രേ. ഇതെങ്ങനെ സംഭവിച്ചു, ഇതൊരു ഭയങ്കര മിറക്കിളാണല്ലോ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ പുള്ളി അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കാരണം ഇത് സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ഹീലിങ്ങിൽ മാറി, അല്ലെങ്കിൽ ഇത് മഹാകാളി ഹീലിംഗ് ഒക്കെ, മഹാകാളി ഹീലിംഗാണ് എന്ത് തരണമെന്ന് ചോദിക്കും അല്ലേ? അറിയാത്ത ആളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യനോട് പറഞ്ഞു. ആ ഭാര്യ വേറെ രാജ്യത്താണ്, ആ രാജ്യത്തല്ല വേറെ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. അവർ വേറൊരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കും കുറേ ഇഷ്യൂസ് ഉണ്ട്. അവർ നേഴ്സാണ് അവർ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതൊന്ന് സാറൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ കൊണ്ടുപോകാൻ നോക്കാം. ആ ഭാര്യനോട് അദ്ദേഹം സ്വയം സൂചിപ്പിച്ചെങ്കിലും ഭാര്യയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അത്ര വിശ്വാസി അല്ലാത്തതുകൊണ്ടും അവർ അതിലേക്ക് വന്നില്ല. ഇവർ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമേ ഇല്ല, ഇവിടെ എല്ലാ വിധത്തിലുള്ള ആളുകളും വരുന്നുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്, എല്ലാ മനുഷ്യന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജാതി മതമൊന്നും എനിക്കങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഫോട്ടോ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ്, ഒരുപാട് പണികൾ ഈ സ്ത്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 19-6 വയസ്സ് പ്രായമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ സ്വരച്ചാച്ച ഇല്ലായ്മയുണ്ട്. അതും കാരണം ഈ ബ്ലാക്ക് എനർജിയുടെ പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും തല്ലുപിടിക്കുമ്പോഴേ നിങ്ങളൊന്ന് ഞാനീ പറയണ ശ്രദ്ധിച്ചോ. വളരെ ശാന്തമായിട്ട് ഇരിക്കുന്ന ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ശാന്തമായിട്ട് പെരുമാറുന്നൊരു ഭാര്യയായിരിക്കും. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര അഗ്രസീവാകും ഇവർ. അങ്ങനെ അഗ്രസീവ് ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ക്ഷമയോടെയിട്ട് അവരെ വീക്ഷിക്കുക. ഒരു നെഗറ്റീവ് എനർജി ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ജലസ് എനർജി ആയിരിക്കും, വേറെ ആളത്ത് കിട്ടിയാണെങ്കിൽ ജലസ് എനർജി ആയിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടാവും, യാത്ര പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സിനിമക്ക് പോയിട്ടുണ്ടാവും, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്ന് പോയിട്ടുണ്ടാവും. അതിന് ശേഷമാണോ നിങ്ങൾ ആലോചിക്കുക. ചിലപ്പോൾ ഒരു ജലസ് എനർജി ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ കാണാൻ ഭംഗിയുണ്ടാവും, അപ്പോൾ ഒരാൾ കണ്ണു വെച്ചാലും മതി, ഇത് തന്നെ സംഭവിക്കാം. അപ്പോൾ അവരെ അങ്ങോട്ടേക്ക് നിങ്ങൾ തിരിച്ച് പിണങ്ങരുത്. നിങ്ങൾ അവരെ ഒരു ക്ഷമാപൂർവ്വം അത് ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വീഡിയോ പോയി കാണുക. അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാനുള്ള ചെറിയ ടിപ്പുകളുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ വർക്കൗട്ടാവും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് അവരുടെ ഹീലിംഗ് എന്ന് ചെയ്തു. കംപ്ലീറ്റ് സാധനത്തിൽ നമ്മൾ വലിച്ചു കളയും. ഇപ്പോൾ മഹാകാളി ഹീലിംഗിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ചില ആൾ ചോദിക്കും ഫോട്ടോ വെച്ചിട്ട് വർക്കാവോ, നേരിട്ടിരുന്ന് ചെയ്യണ്ടേ, നേരിട്ട് വന്ന് ചെയ്യണ്ടേ, അടുത്ത് വന്നിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് എനർജിയും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് എനർജി അതിന് എടുത്ത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എനർജി അങ്ങോട്ട് കയറ്റാൻ പറ്റും ആ ഫോട്ടോ കൂടി, ഫോട്ടോ കൂടി. അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഫേസ് റീഡിങ് ചില ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, ഫേസ് റീഡിങ് ചെയ്യുന്ന എക്സ്പെർട്ടുകളുണ്ട്.
മുഖം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലക്ഷണങ്ങൾ, അവരെന്ത് സ്വഭാവക്കാരാണെന്ന് വരെ പറയാൻ പറ്റും. എനിക്ക് ആ കഴിവൊന്നുമില്ല കേട്ടോ. നാളെ ഇനി നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ഫേസ് റീഡിങ് ചെയ്യുന്ന പറഞ്ഞ് അയക്കരുത് പ്ലീസ്. ഒന്നാമതൊക്കെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കും. പക്ഷേ അത് എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് നമ്മളൊരു ക്യൂരിയോസിറ്റി നമ്മളെപ്പറ്റി അറിയാൻ, അത്രയേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. നമ്മളെപ്പറ്റി നമുക്കറിയാവുന്ന കാര്യം അയാൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ സംഭവിക്കണില്ല. നല്ലൊരു കൗതുകം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എത്രയോ ആൾക്കാർക്ക് ഞാൻ ഫോട്ടോഗ്രാഫ് വെച്ച് ഹീൽ ചെയ്ത് കൊടുത്തേക്കണം. അത് നേരിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഫോട്ടോ ചെയ്യുന്നത്. കാരണം എൻ്റെതായ ഇഷ്ടത്തിന് എനിക്ക് സ്വന്തമായിട്ട് ഇരുന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കി അതിനുള്ള എനർജിനെ വലിച്ചെടുത്ത് നമുക്ക് ലൈറ്റിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് മാറ്റം വരും എന്നുള്ളത്. ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം പിന്നെ അത് മോണിറ്റർ ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഹീലിങ്ങിൽ വളരെ അഭിപ്രായവും എന്നെ പറ്റിയാണെങ്കിലും വളരെ ജെന്യൂനാണ്, ഹമ്പിൾ മനുഷ്യനാണെന്നൊക്കെ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയൂടാ. എൻ്റെ സംസാരത്തിൻ്റെയോ എൻ്റെ രീതിയോടോ അല്ലെങ്കിൽ ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഞാനത് വേറെ ഒന്നും തന്നെ വളച്ച് കെട്ടലോ അല്ലെങ്കിൽ കയറ്റി വെക്കുന്നോ ഒന്നുമില്ല. നാച്ചുറലായിട്ട് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോട്ടോഗ്രാഫ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കുടുംബങ്ങളിൽ ലൈറ്റ് പ്രകാശം കൊണ്ടുവരാനായിട്ട് നമ്മുടെ മഹാകാളിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര നാൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പലപ്പോഴും ഇത് ആരോഗ്യപരമായിട്ടൊക്കെ എന്നെ ബാധിച്ചു തുടങ്ങി. ചെറുതായിട്ടൊക്കെ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഉറക്കം ചില സമയത്തൊക്കെ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്നാലും ഞാനത് ദേവിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞു, എല്ലാ ദിവസവും ഹീലിംഗ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യാം, ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു സഹായം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.